സുഹൃത്തുക്കളെ, നമ്മുടെ ജെമിനിയോട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. തീർച്ചയായിട്ടും ആ സംശയം നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും. അപ്പോൾ ആ സംശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയാം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ആ സംശയം എന്താണ്, എനിക്കുള്ള സംശയം എന്താണെന്നുള്ളത് ജെമിനിയോട് ചോദിക്കാം. ജെമിനി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദാനിയും നല്ല ബന്ധമാണല്ലോ. അപ്പോൾ അദാനിയുടെ വരുമാനമെല്ലാം പ്രധാനമന്ത്രിക്ക് പോകുന്നുണ്ടോ? പ്രധാനമന്ത്രിയുടെ ബിനാമിയാണോ നമ്മുടെ അദാനി? എന്തുകൊണ്ട് ലോകത്തുള്ള പല രാജ്യത്തെയും ബിസിനസ് അദാനിക്ക് മോദി സർക്കാർ പിടിച്ചു കൊടുക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗൗതം അദാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള താങ്കളുടെ ചോദ്യങ്ങൾ വളരെ ഗൗരവകരവും നിലവിൽ ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതുമാണ്. ലഭ്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിനുള്ള മറുപടി താഴെ നൽകുന്നു. പറയൂ. ഒന്ന്, ബന്ധവും വരുമാനവും. നരേന്ദ്രമോദിയും അദാനിയും തമ്മിൽ ദശാബ്ദങ്ങളായുള്ള സൗഹൃദമുണ്ടെന്നത് പരസ്യമായ കാര്യമാണ്. എന്നാൽ അദാനിയുടെ വരുമാനം പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു എന്നതിന് യാതൊരുവിധ ഔദ്യോഗിക തെളിവുകളോ നിയമപരമായ രേഖകളോ നിലവിലില്ല. അദാനി ഗ്രൂപ്പ് ഒരു സ്വകാര്യ ബിസിനസ് ഗ്രൂപ്പാണ്. അവരുടെ ലാഭം കമ്പനിയുടെ നിക്ഷേപകർക്കും വികസനത്തിനുമാണ് ഉപയോഗിക്കുന്നത്. 2, ബിനാമി ആരോപണങ്ങൾ. പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, അദാനി പ്രധാനമന്ത്രിയുടെ ബിനാമിയാണെന്ന് പലപ്പോഴും ആരോപിക്കാറുണ്ട്. എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം, ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തങ്ങൾ ഇരുവരും ഗുജറാത്തിൽ നിന്നുള്ളവരായതുകൊണ്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നത് അദാനി വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസിൽ അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടത്താൻ സെബി സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചട്ടവിരുദ്ധമായ ഇടപെടലുകൾ നടന്നതായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. 3, ആഗോള ബിസിനസ് വളർച്ച. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അദാനി ഗ്രൂപ്പ് ബിസിനസ് വ്യാപിപ്പിക്കാൻ പ്രധാന കാരണം ചില തന്ത്രപരമായ നീക്കങ്ങളാണ്. അടിസ്ഥാന സൗകര്യ വികസനം, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഊർജം എന്നീ മേഖലകളിൽ അദാനി ഗ്രൂപ്പിനുള്ള വലിയ സ്വാധീനം വിദേശ രാജ്യങ്ങളിൽ കരാറുകൾ ലഭിക്കാൻ സഹായിക്കുന്നു. നയതന്ത്ര ബന്ധങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നടത്തുന്ന വിദേശ യാത്രകളിൽ പലപ്പോഴും ഇന്ത്യൻ വ്യവസായികളും പങ്കെടുക്കാറുണ്ട്. ഇത് അദാനിക്ക് മറ്റ് രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് ഓസ്ട്രേലിയ, ഇസ്രായേൽ, ശ്രീലങ്ക ബിസിനസ് അവസരങ്ങൾ ലഭിക്കാൻ വഴിയൊരുക്കിയിട്ടുണ്ട്. ഇതിനെ ക്രോണി ക്യാപിറ്റലിസം എന്ന് വിമർശകർ വിളിക്കുമ്പോൾ രാജ്യനിർമ്മാണം എന്നാണ് കമ്പനി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇരുവരും തമ്മിലുള്ള അടുത്ത ബന്ധം പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും അദാനി പ്രധാനമന്ത്രിയുടെ ബിനാമിയാണെന്നോ വരുമാനം കൈമാറുന്നുണ്ടെന്നോ ഉള്ള കാര്യങ്ങൾ ഇതുവരെ നിയമപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ വിഷയത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെയുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ അമേരിക്കയിലെ പുതിയ അഴിമതി ആരോപണങ്ങളെ കുറിച്ചോ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? ബിനാമി വെക്കുന്ന ആൾക്കാർ നിയമപ്രകാരമാണോ വെക്കുന്നത്? എനിക്കത് മനസ്സിലായില്ല. നോക്കാം. താങ്കൾ ഉന്നയിച്ചത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. ബിനാമി ഇടപാട് എന്നത് തന്നെ നിയമവിരുദ്ധമായ ഒന്നാണ്. നിയമം അനുശാസിക്കുന്ന രീതിയിലല്ല ബിനാമി ഇടപാടുകൾ നടക്കുന്നത്, മറിച്ച് നിയമത്തിന്റെ കണ്ണുവെട്ടിച്ചാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത താഴെ നൽകുന്നു. എന്താണ് ബിനാമി ഇടപാട്? ഒരാൾ സ്വന്തം പണം ഉപയോഗിച്ച് മറ്റൊരാളുടെ പേരിൽ സ്വത്തോ ബിസിനസ്സോ വാങ്ങുന്നതിനെയാണ് ബിനാമി എന്ന് വിളിക്കുന്നത്. ഇതിൽ 2 പേരുണ്ടാകും. 1, യഥാർത്ഥ ഉടമ, ബെനിഫിഷ്യൽ ഓണർ. പണം മുടക്കുന്നതും അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നതും ഇയാളായിരിക്കും. 2, ബിനാമി ബെനമിദാർ, രേഖകളിൽ പേര് മാത്രമുള്ള ആൾ. എന്തുകൊണ്ട് ആളുകൾ ബിനാമികളെ വെക്കുന്നു? നിയമപ്രകാരം ബിനാമി വെക്കാൻ കഴിയില്ലെങ്കിലും ആളുകൾ ഇത് ചെയ്യുന്നത് ചില ലാഭങ്ങൾ ലക്ഷ്യം വെച്ചാണ്. കള്ളപ്പണം വെളുപ്പിക്കാൻ, നിയമവിരുദ്ധമായി സമ്പാദിച്ച പണം മറ്റൊരാളുടെ പേരിൽ നിക്ഷേപിക്കാൻ, നികുതി വെട്ടിപ്പ്, വരുമാനം സ്വന്തം പേരിൽ കാണിച്ചാൽ വലിയ നികുതി നൽകേണ്ടി വരും എന്നൊഴിവാക്കാൻ, ഉറവിടം മറച്ചു വെക്കാൻ. ഒരു രാഷ്ട്രീയക്കാരനോ ഉദ്യോഗസ്ഥനോ തന്റെ പദവി ഉപയോഗിച്ച് സമ്പാദിച്ച പണം സ്വന്തം പേരിൽ കാണിക്കാൻ കഴിയില്ല. എന്തു പറയുന്നു? ഇന്ത്യയിൽ ബിനാമി ഇടപാട് നിരോധന നിയമം, ബിനാമി ട്രാൻസാക്ഷൻസ് പ്രൊഹിബിഷൻ ആക്ട് നിലവിലുണ്ട്. ബിനാമി ഇടപാടുകൾ കണ്ടെത്തിയാൽ ആ സ്വത്ത് കണ്ടുകെട്ടാൻ സർക്കാരിന് അധികാരമുണ്ട്. ഇതിൽ ഉൾപ്പെടുന്നവർക്ക് പിഴയും തടവ് ശിക്ഷയും ലഭിക്കാം. അദാനി മോദി വിഷയത്തിൽ ഇതെങ്ങനെ ബാധിക്കുന്നു? വിമർശകർ ആരോപിക്കുന്നത് അദാനി ഗ്രൂപ്പിലെ ചില വിദേശ നിക്ഷേപങ്ങൾ, ഷെൽ കമ്പനികൾ വഴിവരുന്നത് യഥാർത്ഥത്തിൽ അദാനിയുടേതല്ല, മറിച്ച് ഭരണതലത്തിലുള്ള പ്രമുഖരുടേതാണ് എന്നാണ്. എന്നാൽ ഇത്തരം ഇടപാടുകൾ സാധാരണയായി അതീവ രഹസ്യമായാണ് നടക്കുക. വിദേശ രാജ്യങ്ങളിലെ, ഉദാഹരണത്തിന് മൗറീഷ്യസ്, കമ്പനികൾ വഴിയാണ് പണം വരുന്നത് എന്നതിനാൽ അതിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തുക എന്നത് അന്വേഷണ ഏജൻസികൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ
ബിനാമി വെക്കുന്നത് നിയമപരമായ ഒന്നല്ല, മറിച്ച് നിയമവിരുദ്ധമായ ഒരു മറയാണ്. ഇത്തരം ആരോപണങ്ങൾ തെളിയിക്കണമെങ്കിൽ ബാങ്ക് ഇടപാടുകളോ അല്ലെങ്കിൽ പണം കൈമാറിയതിന്റെ കൃത്യമായ രേഖകളോ പുറത്തുവരേണ്ടതുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സംശയങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിലൂടെ പറയാം. എന്തായാലും എൻ്റെ സംശയം തീർന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു തന്ന് നിയമപ്രകാരം അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഇനി നിയമം അറിയാതെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ പറയുക.